ഹലോ, എൻ്റെ പേര് സുരേന്ദ്രവർമ്മ. DYSP സുരേന്ദ്രവർമ്മ എന്നാണ് എൻ്റെ ശരിക്കും പേര്. ഞാൻ പോലീസിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടാണ്. ഭാര്യയും കൂട്ടി അവധി ദിവസങ്ങളിൽ ഞാൻ സമയം ചെലവഴിക്കുവാനായി മണികണ്ഠപുരം ക്ഷേത്രത്തിൽ പോയി. അവിടുത്തെ ക്ഷേത്രത്തിൽ പേരുകേട്ട മണികണ്ഠപുരം ശാസ്താക്ഷേത്രമായ ഇൻ്റർനെറ്റിൽ കുറവ് ചിത്രമുള്ള ക്ഷേത്രമാണത്. അത്രയ്ക്ക് പേരുകേട്ട ക്ഷേത്രമൊന്നുമല്ല അത്. കൂടാതെ ഈ കൊട്ടാരത്തിൽ എൻ്റെ ഭാര്യയ്ക്കുണ്ടായൊരു പ്രേതാനുഭവമാണ് ഞാനിവിടെ പറയുന്നത്. എൻ്റെ ഭാര്യയുടെ പേര് സുലേഖ വർമ്മ. ഇനി കഥയിലേക്ക് പോകാം. മണികണ്ഠപുരത്തുള്ള കൊട്ടാരത്തിൽ നിന്നും എൻ്റെ ഭാര്യയും കൂട്ടി സമയം ചെലവഴിക്കുവാനായി അവധി ദിവസങ്ങളിൽ പോയി. അങ്ങനെ എല്ലാവരും ഞങ്ങളോട് പറയുന്നു, രാത്രി കാലങ്ങളിൽ അവിടുത്തെ ആത്മാക്കളുടെ സഞ്ചാരം ഉണ്ടത്രേ. രാത്രി കാലങ്ങളിൽ ഒരിക്കലും പുറത്തിറങ്ങുകയും ചെയ്യരുതെന്ന്. ഞാൻ ഒരു പോലീസ് ഓഫീസർ മാത്രമല്ല, ആത്മാക്കളെ ആവാഹിക്കുന്ന കാര്യത്തിൽ അഗ്രഗണ്യനും കൂടിയാണ് ഞാൻ. കൊച്ചിയിൽ നിന്നും കുറച്ച് കുട്ടികൾ അധ്യാപകരുമൊത്ത് സമയം ചെലവഴിക്കുവാനായി എത്തി. അങ്ങനെ പോലീസ് ഓഫീസർ അവരോട് ഇങ്ങനെ പറഞ്ഞു, രാത്രിയിൽ ആത്മാക്കളുടെ സഞ്ചാരമുണ്ട്, ഒരു കാരണവശാൽ നിങ്ങൾ പുറത്തിറങ്ങുകയെന്ന്. അവർ ശരിയെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. രാത്രിയിൽ എല്ലാവരും ജനൽ എല്ലാം അടച്ച് വാതിലെല്ലാം പൂട്ടി. ഉടൻ തന്നെ അധ്യാപകർക്കും ഒരു കട്ടിലും അവിടുത്തെ സ്ഥലമില്ലാത്തത് കാരണം അധ്യാപികന്മാർക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ഒരുമിച്ച് ഒരു മുറിയിൽ ഒരു കട്ടിലും അയാളുടെ ഇഷ്ട സഹോദരനായ മുത്തുസ്വാമി എന്ന മറ്റൊരു ക്രൂരനായ വ്യക്തിക്കും കൂടി ആ പോലീസ് ഓഫീസർ ബോംബെയിലേക്ക് കൊണ്ടുപോയി. ഇതുവരെയുള്ള കേസുകളും മുത്തുസ്വാമിയുടെ